സസ്പെൻഷനിലായ കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ വിലക്ക് ലംഘിച്ച് സർവകലാശാലയിൽ പ്രവേശിച്ചതിനെതിരെ പരാതി നൽകി BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഗുരുതരമായ ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VC-ക്ക് കത്ത് നൽകിയത്. MG പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, സർവകലാശാലയിൽ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതിനിപ്പോൾ കഴിഞ്ഞ ദിവസം ഫയൽ നോക്കാൻ തുടങ്ങിയിരുന്നു രജിസ്ട്രാർ. ആ ഫയലുകൾ എടുക്കരുതെന്ന് VC പറഞ്ഞിരുന്നെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ അടുത്തൊരു നടപടിയിലേക്ക് സിൻഡിക്കേറ്റിലെ BJP അംഗങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സ്മിത, കേരള സർവകലാശാലയിൽ VC-യും രജിസ്ട്രാറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് BJP സിൻഡിക്കേറ്റ് അംഗം വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർക്കെതിരെ പരാതി നൽകിയത്. സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ കേരള സർവകലാശാലയിൽ അനധികൃതമായി എത്തി എന്നതാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ് എന്നതാണ് BJP സിൻഡിക്കേറ്റ് നൽകിയ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. സർവകലാശാലയുടെയും വിദ്യാർത്ഥികളുടെയും രേഖകൾ നശിപ്പിക്കാനോ കടത്തിക്കൊണ്ടുപോകാനോ സാധ്യതയുണ്ട് എന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഈ സർവകലാശാലയിൽ സുരക്ഷ ഒരുക്കുന്നതിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അമ്പെ പരാജയപ്പെട്ടു എന്നതാണ് മറ്റൊരു പരാതി. കാരണം ഈ രജിസ്ട്രാറെ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കരുതെന്ന് VC കർശന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല എന്നും അതിനെതിരെ നടപടി വേണമെന്നതാണ് പ്രധാനമായും പറയുന്നത്. കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷാ സംവിധാനം കേരള സർവകലാശാലയിൽ ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം കൂടി BJP സിൻഡിക്കേറ്റ് അംഗം നൽകുന്നുണ്ട്. ഒപ്പം സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ച രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ ഉചിതമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP സിൻഡിക്കേറ്റ് ഇപ്പോൾ കേരള സർവകലാശാല VC മോഹനൻ കുന്നുമലിന് കത്ത് നൽകിയിരിക്കുന്നത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.